നമുക്ക് അല്പനേരം അബീഗയിലിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 25-ാം അധ്യായം വായിച്ചു നോക്കിയാൽ അബീഗയിലിനെ കാണാൻ കഴിയുന്നുണ്ട്. അബീഗയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷത്തിൻ്റെ നിറവെന്നാണ്. ഒരു വ്യക്തിയുടെ ഏതു ജീവിതത്തെയും ദുഃഖത്തിലിരിക്കുന്ന, അതായത് പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന ആ ജീവിതങ്ങളെ സന്തോഷത്തിലാക്കുവാൻ, ആനന്ദത്തിലാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അബീഗയിലിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ 25-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അതായത് ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 25-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അബീഗയിൽ നല്ല വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നുവെന്ന്. നോക്കൂ, അബീഗയിൽ വിവേകമുള്ളവരാണ്. ഇന്ന് വിവേകമുണ്ടെന്ന് പറയുന്നവർ, അഭിമാനിക്കുന്നവർ പലരും തക്ക സമയത്ത് വേണ്ടും പോലെ ആ വിവേകം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമെന്ന് പറയാൻ കഴിയത്തില്ല. അതായത് പലപ്പോഴും നമുക്ക് വിവേകമുണ്ടെങ്കിലും തക്ക സമയത്ത് അത് പ്രയോഗിക്കണമെങ്കിൽ അല്പം ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ പ്രശ്നത്തെ ഇല്ലാതാക്കുവാനും വിവേകമെന്ന നല്ല സ്വഭാവം ഗുണകരമാകാറുണ്ട്. നോക്കൂ പ്രിയ ദൈവമക്കളെ, പല കുടുംബങ്ങളുടെയും തകർച്ചകൾക്ക് കാരണം വിവേകമില്ലാത്ത ഇടപെടലുകളിൽ ചെന്നെത്തുന്നത് കൊണ്ടാണ്. വിവേകമില്ലാത്ത ചില വാക്കുകൾ ബന്ധമില്ലായ്മ ചെയ്യുവാൻ, അതായത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുവാൻ കാരണമായിത്തീരുന്നു. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതായത് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഭവനത്തിൽ തീർക്കേണ്ടത് ചില സാമൂഹിക തലത്തിൽ കൊണ്ടുപോവുകയും അത് സോഷ്യൽ മീഡിയയിൽ കൂടി അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ കാതുകളിലെത്തുകയും അത് നമ്മുടെ ജീവിതം തന്നെ തകർച്ചയിലേക്ക് കൊണ്ടുവരുവാനും ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടുന്ന സ്രോതസ്സുകൾ കണ്ടുപിടിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും. അബീഗയിൽ സൗന്ദര്യമുള്ളവളായിരുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവളുടെ ഭർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുവാണെങ്കിൽ കാണാൻ കഴിയുന്നുണ്ട്, ഇവളുടെ ഭർത്താവിൻ്റെ പേര് നാബാൽ എന്നാണ്. നാബാൽ ധനികനും നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നുവെന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. നാബാൽ എന്നല്ലോ അവൻ്റെ പേർ, ഭോഷത്വം അത്രേ അവൻ്റെ പക്കലുള്ളത്. ദുസ്വഭാവിയായ നാബാലിനെ എങ്ങനെയാണ് ഈ വിവേകമുള്ള സൗന്ദര്യമുള്ള അബീഗയിൽ കൈകാര്യം ചെയ്തത്, ആ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. 25-ാം അധ്യായത്തിൽ നമുക്ക് മുഴുവനായി കാണാൻ കഴിയുന്നുണ്ട്. നാബാൽ എന്ന തൻ്റെ അബീഗയിലിൻ്റെ ഭർത്താവ് വളരെ ധനികൻ, അതായത് ആടുമാടുകളും ദാസിദാസന്മാരും ഏറെ ഉണ്ടായിരുന്ന നാബാൽ ഒരു ദിനം അവരുടെ ഈ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ദിനം അതൊരു ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത്. അന്നത്തെ ദിവസം ദാവീദിൻ്റെ ആടുകളെ മേയ്ക്കുന്ന ദാസിദാസന്മാരും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ പോയിരുന്നുവെന്ന് 25-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 25-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യത്തിൽ നമുക്ക് ആ നാബാലിൻ്റെ ആ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ദിനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അത് കാണുകയും തൻ്റെ ബാല്യക്കാരെല്ലാം അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വായിക്കുന്നു. പിന്നീട് 12-ാം വാക്യത്തിൽ നമുക്ക് ഈ നാബാൽ ദാവീദിൻ്റെ ദാസിദാസന്മാരെ വേണ്ടാത്ത വാക്കുകൾ പറയും. ദാസിദാസന്മാരെ മാത്രമല്ല, ദാവീദ് ആരാണ്, ദാവീദിൻ്റെ പിതാവ് ഇശായി ആരാണ്, ഇതെല്ലാം ചോദിക്കുന്നു. അവരെ വല്ലാത്ത രീതിയിൽ നിന്ദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പലരും ഇതുപോലെയാണ്. അല്പസ്വല്പമൊക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ മറന്നു പോകുന്ന സ്വഭാവം. ഇവിടെ നോക്കൂ, നാബാൽ ദാവീദിൻ്റെ ദാസിദാസന്മാരെ അതും ഇതുമൊക്കെ പറഞ്ഞ് നിന്ദിച്ച് വിടുന്നത്
ഈ നാബാലിൻ്റെ ഭൃത്യന്മാർ വന്ന് അബീഗയിലിനോട് അറിയിക്കുന്നു. അവർക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവർക്ക് വേണ്ടുന്നതുപോലെ ഭക്ഷണങ്ങളോ ഒന്നും കൊടുത്തില്ല, അവരെ ആട്ടി ഓടിച്ചതായിട്ടുമല്ല നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതറിഞ്ഞ ദാവീദ് എന്താണ് ചെയ്തത്? 13-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ദാവീദ് തൻ്റെ ആളുകളോട് എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടി. ദാവീദും വാൾ അരയ്ക്ക് കെട്ടി. ഏകദേശം 400 പേർ ദാവീദിൻ്റെ പിന്നാലെ പുറപ്പെട്ടു പോയി. 200 പേർ സാമാനങ്ങളുടെ അടുക്കൽ പാർത്തു. എന്നാൽ ബാലിക്കാരിൽ ഒരുത്തൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ, നാബാലിൻ്റെ ഭാര്യയെ അബീഗയിലിനോട് ഈ പ്രശ്നങ്ങളെല്ലാം വന്നു പറയുകയും അന്നേരം അവർ പറയുന്നുണ്ട്, ഈ ദാവീദിൻ്റെ ഇടയന്മാർ ഞങ്ങൾക്ക് ഒരു മതിൽ പോലെയായിരുന്നു. അവരായിരുന്നു ഈ ഞങ്ങളുടെ, അതായത് നാബാലിൻ്റെ ആടുകളെയൊക്കെ ശത്രുക്കളൊക്കെ പിടിക്കാനൊക്കെ വന്നപ്പോൾ അവർ ഞങ്ങളെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ അബീഗയിൽ എന്താണ് ചെയ്തതെന്നറിയാമോ? 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഉടനെ അബീഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാലിക്കാരോട് നിങ്ങൾ ദാവീദിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകാൻ പറയാം. പ്രിയ മക്കളെ നോക്കൂ, ഇവിടെ അബീഗയിൽ തൻ്റെ വിവേകം കൊണ്ട് ചെയ്തതാണിത്. ഹല്ലേലൂയ. നോക്കൂ, ഇന്ന് പലരും പലതും ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അത് എത്രയും വലുതാക്കാൻ ഒക്കുമോ അത്രമാത്രം പ്രശ്നങ്ങൾ വലുതാക്കാൻ നോക്കുമ്പോൾ ഇവിടെ അബീഗയിൽ നാബാലിനെ രക്ഷിക്കുവാൻ, അതായത് ദാവീദ് തൻ്റെ സൈന്യവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ. അതൊക്കെ മനസ്സിലാക്കിയെങ്കിലും അബീഗയിൽ തൻ്റെ വിവേകത്തിൽ താൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഒരുക്കിയെടുത്ത് താൻ പുറപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് 21-ാം വാക്യത്തിൽ 20-ാം വാക്യത്തിൽ, അവർ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവൻ്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവനെ ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്, അവൻ്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോടെ വെച്ചാൽ ദൈവം ദാവീദിൻ്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും നാബാലിൻ്റെ ബാലിക്കാരെയെല്ലാം കൊല്ലണം, അവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ദാവീദ് ആലോചിച്ചിറങ്ങുമ്പോൾ ഇവിടെ നോക്കൂ, തൻ്റെ അബീഗയിൽ തൻ്റെ വിവേകത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അബീഗയിൽ നോക്കൂ, ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദാവീദിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, ഈ സൈന്യങ്ങൾ, ശത്രു സൈന്യം തൻ്റെ നേരെ വരുന്നുവെന്നറിഞ്ഞപ്പോൾ അബീഗയിൽ തൻ്റെ വിവേകം അവിടെ ഉപയോഗിച്ച് താൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെല്ലാം ചെയ്ത് അവിടെ ചെല്ലുക. ദാവീദിനെ കണ്ടപ്പോൾ അത് നോക്കണം, ശത്രുവിൻ്റെ മുമ്പിൽ ഇവൾ വീണ് നമസ്കരിക്കുകയാണ്. അവൾ അവൻ്റെ കാൽക്കൽ വീണ് പറയുക, ദാവീദിൻ്റെ കാൽക്കൽ വീണ് അബീഗയിൽ പറയുകയാണ്, യജമാനെ കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. നോക്കൂ, തൻ്റെ ഭർത്താവിൻ്റെ കുറ്റം അവൾ ഏറ്റെടുക്കുക. ഇതാണ് ഒരു വിവേകമുള്ളവൾ ചെയ്യേണ്ടത്. തൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നുള്ള ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു വാഞ്ച അവൾ ഉള്ളത് കൊണ്ട് അവൾ എന്തു വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ബാലിക്കാരുമായിട്ട് ഹല്ലേലൂയ ദാവീദിൻ്റെ അടുക്കലേക്ക് പോകുക. നോക്കൂ, കണ്ടപ്പോൾ തന്നെ പറയാ, കുറ്റം എൻ്റെ മേൽ ഇരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയൻ്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ. നോക്കൂ, തൻ്റെ ഭർത്താവിൻ്റെ കുറ്റം അവൾ ഏറ്റെടുക്കുക. പ്രിയ മക്കളെ, നമ്മൾ ഇന്ന് എത്ര പേരാണ് തൻ്റെ ഭർത്താവിൻ്റെ കുറ്റം നമ്മളിൽ ഏറ്റെടുക്കുന്നത്? നോക്കൂ, വിവേകമുള്ള ഹല്ലേലൂയ ഈ അബീഗയിൽ നാബാലിൻ്റെ തൻ്റെ ഭർത്താവിൻ്റെ കുറ്റം തന്നിലേക്ക് ഏറ്റെടുക്കുകയാണ്. അതറിഞ്ഞ ഉടനെ
യജമാൻ ഹല്ലേലൂയ, അതായത് ദാവീദ് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നു. പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും ദാവീദ് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കുറ്റം അവിടെ രക്തപ്രതികാരമാകേണ്ട ആ പ്രശ്നം അവിടെ ദൂരീകരിക്കുവാൻ ഇടയായിത്തീരുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കി 28 വാക്യത്തിൽ പറയുന്നുണ്ട്, അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ, യഹോവ യജമാനന് സ്ഥിരമായ ഒരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. നോക്കൂ, അവൾ അങ്ങോട്ട് ദാവീദിനോട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനൻ്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവിണയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞു കളയും. പ്രീതിമക്കളെ, നോക്കൂ, ശത്രുവായി കടന്നു വന്ന ദാവീദിനോട് അവൾ നല്ല വാക്കുകൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ കുറ്റമില്ലാതെയാകുവാൻ, ഈ യുദ്ധമില്ലാതെയാകുവാൻ, ഈ ശത്രു സംഹാരമില്ലാതെയാകുവാൻ അവൾ ശ്രമിക്കുകയാണ്. അവൾ ആ ലാവോളം ആ വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് മൂലം നോക്കൂ, ഇവിടെ ഹല്ലേലൂയ പ്രശ്നം സോൾവായി തീരുവാൻ ദൈവം സഹായിച്ചു. പ്രീതിമക്കളെ, ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ പലതും കടന്നു വരുമ്പോൾ നാം എത്രമാത്രമാണ് പ്രശ്നങ്ങൾ കൂട്ടുകയാണോ ചെയ്യുന്നത്, അതോ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? 23 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അബീഗയിലിൻ്റെ താഴ്മയൊക്കെയാണ് കണ്ടത്. അവൾ ദാവീദിനെ കണ്ടപ്പോൾ വീണ് നമസ്കരിക്കുക. ഇന്ന് വീണ് നമസ്കരിക്കുവാനോ ഒരു ഹല്ലേലൂയ കുറ്റം കണ്ടിട്ട് വന്നിട്ട് നമ്മൾ കുറേ കൂടെ നമ്മുടെ ആരുടെയെങ്കിലും കുറ്റങ്ങൾ കാണുമ്പോൾ കുറേ കൂടെ കൂട്ടിക്കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇവൾ തൻ്റെ ഭർത്താവിൻ്റെ കുറ്റത്തിന് മുമ്പാകെ വീണ് നമസ്കരിക്കുന്നു. അവൾ താഴ്മയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ദാവീദ് അബീഗയിലിനോട് 32 വാക്യത്തിൽ പിന്നീട് പറയുന്നുണ്ട്, 32 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ ഈ നാബാൽ ഇവൾ ചെയ്തതൊന്നും അറിയുന്നില്ല. പക്ഷേ അവൻ നാബാലിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് പിന്നീട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്, ഇവൾ എങ്ങനെ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്തുവെന്ന്. 32 വാക്യത്തിൽ ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സ്തുത്യം, രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൻ. നോക്കൂ പ്രിയമക്കളെ, ശത്രുവായി കടന്നു വന്ന ഹല്ലേലൂയ, അതായത് നാബാലിനെയും തൻ്റെ സൈന്യത്തെയൊക്കെ ഇല്ലായ്മയാക്കുവാൻ വേണ്ടി കടന്നു വന്ന ദാവീദ് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഹല്ലേലൂയ. അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 35 വാക്യത്തിൽ പറയുന്നുണ്ട്, അവളോട് സമാധാനത്തോടെ വീട്ടിലേക്ക് പോക, ഇതാ ഞാൻ നിൻ്റെ വാക്ക് കേട്ട് നിൻ്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ശത്രു പിന്നീട് ഇവളെ അനുഗ്രഹിച്ച് ഇവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, 39 മുതലുള്ള വാക്യത്തിൽ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നുണ്ട്, അതായത് യഹോവ 37 വാക്യത്തിൽ യഹോവ നാബാലിനെ ദണ്ഡിപ്പിക്കുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് 37 വാക്യത്തിൽ, എന്നാൽ രാവിലെ നാബാലിൻ്റെ വീഞ്ഞിറങ്ങിയ ശേഷം അവൻ്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ ഉള്ളിൽ നിർജീവമായി അവൻ കല്ലിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു, അവൻ മരിച്ചുപോയി. നാബാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തൻ്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നാബാലിൻ്റെ ദുഷ്ടത യഹോവ അവൻ്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് എന്താ ചെയ്തത്? ദാവീദ് അബീഗയിലിനെ തനിക്ക് ഭാര്യയായി പരിഹരിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാൻ ആളയച്ചു.
പ്രിയ മക്കളെ നോക്കൂ, ഈ നാബാൽ മരിച്ചതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 43-ാം വാക്യത്തിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ, അല്ലെങ്കിൽ അതായത് നാബാൽ മരിച്ചതിന് ശേഷം അബീഗയിൽ ദാവീദിൻ്റെ ഭാര്യയായി തീരുവാൻ ഇടയായിത്തീർന്നു. നോക്കൂ, വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ശത്രുവായി തീരേണ്ടുന്ന ദാവീദ്, ഹല്ലേലൂയ, പിന്നീട് അബീഗേലിൻ്റെ ഭർത്താവായി തീർന്നു. പ്രിയ മക്കളെ, നമ്മൾ വിവേകത്തോടെ നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഈ 25-ാം അധ്യായം മുഴുവനും ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അബീഗേൽ, ഹല്ലേലൂയ, അവൾ വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതും മൂലം അവളുടെ കുടുംബം, അതായത് നാബാലിനെയും നാബാലിൻ്റെ സൈന്യ ആടുകളുടെ ഇടയന്മാരെ, ആ ദാസിദാസന്മാരെ എല്ലാം സംരക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ മക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുവാനല്ല, ദൈവം തരുന്ന ആ സന്തോഷം, സമാധാനം, വിവേകം, സൗന്ദര്യം എല്ലാം ദൈവനാമത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കും അനുഭവിപ്പാൻ ഇടയായിത്തീരും. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. അബീഗേലിനെ പോലെ വിവേകം തന്നിട്ടുള്ളത് തക്ക സമയത്ത് ഉപയോഗിപ്പാൻ ഇടയായിത്തീരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.